ഒറ്റയാൻ ആര്? 36, 47, 42, 35. അപ്പോൾ ഈ 4 സംഖ്യകളിൽ ഒറ്റയാൻ അഥവാ വേറിട്ട് നിൽക്കുന്ന സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ സംഖ്യകളിൽ പ്രത്യേകതയുള്ളൊരു സംഖ്യ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നോക്കുക, 36. ഇത് 6ൻ്റെ സ്ക്വയറാണ്, അതായത് ഇതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. അതേസമയം 47, 42, 35 ഇതൊന്നും പൂർണ്ണവർഗമല്ല, അഥവാ എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ എ 36 ആണ്. ശരിയുത്തരം ഓപ്ഷൻ എ 36. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എങ്കിൽ അപ്പുവിൻ്റെ പ്രായം എത്ര? നമുക്കിവിടെ അപ്പുവിൻ്റെ പ്രായം കണ്ടുപിടിക്കണം. നമുക്ക് അപ്പുവിൻ്റെ പ്രായം എക്സ് എന്നെടുക്കാം. അപ്പോൾ അപ്പുവും അപ്പുവിൻ്റെ അമ്മയും, അപ്പുവിൻ്റെ പ്രായം എക്സ് എന്നെടുക്കാം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അമ്മയുടെ പ്രായം എത്രയായിരിക്കും? നോക്കുക, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പോൾ അപ്പുവിന് എക്സ് വയസ്സെന്ന് എടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എക്സിൻ്റെ 9 മടങ്ങ്, അതായത് 9x വയസ്സായി. ഇനി 9 വർഷം കഴിയുമ്പോഴുള്ള ഇവരുടെ പ്രായം തമ്മിലുള്ള ബന്ധമാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അപ്പുവിന് എക്സ് വയസ്സുണ്ടെങ്കിൽ 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന് 9 വയസ്സ് കൂടും, അതായത് x+9 ആണ് 9 വർഷത്തിന് ശേഷം അപ്പുവിൻ്റെ പ്രായം. അമ്മയ്ക്ക് 9 വയസ്സ് കൂടും. അമ്മയുടെ അന്നത്തെ പ്രായം 9x+9 ആണ്. ഈ 2 പ്രായങ്ങൾ x+9ഉം 9x+9ഉം തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ നൽകിയിരിക്കുന്നത്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും, അതായത് 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരിക്കും അമ്മയുടെ പ്രായം. ഇവിടെ നോക്കുക, അമ്മയുടെ പ്രായം 9x+9 ആണ്. ഇത് അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്, അതായത് 3 × x+9 തുല്യമായിരിക്കും. നമുക്കിത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ, അപ്പുവിൻ്റെ പ്രായം കണ്ടുപിടിക്കാം. അപ്പോൾ 9x+9 സമം 3 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള ഓരോ ടേമിനെയും ഗുണിക്കുക. അപ്പോൾ 3x + 3 × 9 27 എന്ന് വരും. നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഈ 3xനെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക, ഈ 9നെ വലതുവശത്തേക്കും കൊണ്ടുപോവുക. അപ്പോൾ 9x 3x ഇടതുവശത്ത് ചെല്ലുമ്പോൾ -3x ആവും. -3x സമം 27. 9 വലതുവശത്ത് ചെല്ലുമ്പോൾ അത് നെഗറ്റീവ് ആവും, -9. 9x നിന്ന് 3x കുറച്ച് 6x. 6x സമം 27 നിന്ന് 9 കുറച്ചാൽ 18. അപ്പോൾ x സമം എക്സിൻ്റെ 6 മടങ്ങാണ് 18. അപ്പോൾ എക്സ് കിട്ടാൻ 18നെ 6 കൊണ്ട് ഹരിക്കുക, അതായത് 3. എക്സിൻ്റെ വാല്യൂ 3 കിട്ടി. അതായത് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം 3 വയസ്സാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് വേണമെങ്കിലും നോക്കാം. ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കുക, അപ്പു അമ്മ, തന്നിരിക്കുന്ന ബന്ധങ്ങൾ, ഈ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷൻ ശരിയാകുമോ എന്ന് പരിശോധിച്ചാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, 3. അപ്പുവിന് 3 വയസ്സാണെങ്കിൽ അമ്മയുടെ പ്രായം എന്താണ്? അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങ്. 9 × 3 27 വയസ്സാവും. ഇനി 9 വർഷം കഴിയുമ്പോൾ അപ്പുവിന് 3നോട് കൂടി 9 കൂട്ടിയാൽ 12 വയസ്സാവും. അമ്മയ്ക്കോ 27നോട് കൂടി 9 കൂട്ടിയാൽ 36 വയസ്സാവും. 12ൻ്റെ 3 ഇരട്ടിയാണ് 36. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പുവിൻ്റെ പ്രായം 3 വയസ്സെന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ പരിശോധിച്ച് വേണമെങ്കിലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമനും പിന്നിൽ നിന്ന് 15ാമനുമാണ്. എന്നാൽ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട്? ഇവിടെ രാമൻ എന്നയാൾ ഒരു ക്യൂവിൽ മുൻപിൽ നിന്ന് 9ാം സ്ഥാനത്തും പിന്നിൽ നിന്ന് 15ാം സ്ഥാനത്തുമാണ്. അങ്ങനെയെങ്കിൽ ക്യൂവിലുള്ള ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ ഒരാളുടെ തന്നെ മുൻപിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യൂവിലെ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഇയാളുടെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമുള്ള സ്ഥാനങ്ങളുടെ തുക കണ്ട് അതിൽ നിന്നും 1 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 9ഉം 15ഉം കൂടെ കൂട്ടി അതിൽ നിന്ന് 1 കുറയ്ക്കാം. 15 9 24. 24ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 23. ക്യൂവിലുള്ള ആകെ ആളുകളുടെ എണ്ണം 23 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 2024 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അടുത്ത വർഷം. ഇവിടെ 2024 അതേ കലണ്ടർ തന്നെ വീണ്ടും വരുന്നത് ഏറ്റവും അടുത്ത ഏത് വർഷമാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പർ, വർഷത്തിൻ്റെ നമ്പർ ഒന്ന് നോക്കിയാൽ മതി. നോക്കുക,
2024 ഒരു അതിവർഷമാണ്. അതിവർഷമാണോ എന്നറിയാനായിട്ട് ഇതിലെ ഈ അവസാന രണ്ടക്കങ്ങൾ ഇത് 4ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 24 4ൻ്റെ ഗുണിതമാണ്, അതുകൊണ്ട് ഇതൊരു അതിവർഷം അഥവാ ലീപ്പ് ഇയർ ആണ്. അങ്ങനെ അതിവർഷത്തിലെ കലണ്ടറുകൾ 28 വർഷം കൂടുമ്പോൾ ആവർത്തിച്ചു വരും. അതായത് 2024 കലണ്ടർ ഇനി എന്ന് വരും എന്നറിയാനായിട്ട് 2024 28 കൂട്ടുക. 2052. അപ്പോൾ 2052 2024 അതേ രീതിയിലായിരിക്കും കലണ്ടറിലെ തീയതികൾ വരിക. ശരിയുത്തരം ഓപ്ഷൻ ഡി 2052. അടുത്ത ചോദ്യം, പൈഥഗോറസ് ത്രികങ്ങൾ അല്ലാത്തത് ഏത്? പൈഥഗോറസ് ത്രികങ്ങൾ അല്ലെങ്കിൽ പൈഥഗോറസ് ത്രയങ്ങൾ അല്ലാത്തത് ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 3 നമ്പേഴ്സ് വീതം നൽകിയിട്ടുണ്ട്. ഇത് പൈഥഗോറസ് ത്രയങ്ങളാണോ എന്ന് അറിയുന്നതിനായിട്ട് നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പൈഥഗോറസ് ത്രയങ്ങളിൽ അല്ലെങ്കിൽ പൈഥഗോറസ് ത്രികങ്ങളിൽ ചെറിയ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. ചെറിയ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പരിശോധിക്കാം. ഓപ്ഷൻ എ നോക്കുക. ഇതിലെ ചെറിയ 2 സംഖ്യകൾ 7 3 അപ്പോൾ 7ൻ്റെ സ്ക്വയർ അധികം 3ൻ്റെ സ്ക്വയർ കൂട്ടി നോക്കാം. 7ൻ്റെ സ്ക്വയർ 49 പ്ലസ് 3ൻ്റെ സ്ക്വയർ 9. 49 9 58. വലിയ സംഖ്യ 8. 8ൻ്റെ സ്ക്വയറോ 64. അപ്പോൾ ഇവിടെ ചെറിയ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമല്ല. അതുകൊണ്ട് ഇത് പൈഥഗോറസ് ത്രയങ്ങളിൽ ഉൾപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൈഥഗോറസ് ത്രികങ്ങൾ അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ അല്ലാത്തതാണ് വേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി ഓപ്ഷൻ ബിയിൽ പൈഥഗോറസ് ത്രയമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ചെറിയ 2 സംഖ്യകൾ 3 4 3 സ്ക്വയറും 4 സ്ക്വയറും കൂടെ കൂട്ടുക. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. 16ഉം 9ഉം കൂടെ കൂട്ടിയ 25. 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ. അതായത് ഇവിടുത്തെ ചെറിയ 2 സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക വലിയ സംഖ്യയുടെ വർഗ്ഗത്തിനോട് തുല്യമാണ്. അതുകൊണ്ട് ഇത് പൈഥഗോറസ് ത്രയമാണ്. നമുക്ക് അല്ലാത്തതാണ് വേണ്ടത്. അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. 1,00,000-ൽ എത്ര 100 ഉണ്ട്? അപ്പോൾ 1,00,000-ലുള്ള 100കളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ 1,00,000-ൽ എത്ര 100കൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് 1,00,000-നെ 100 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. അപ്പോൾ 1,00,000 ബൈ 100. 100 കൊണ്ട് ഹരിക്കുന്നതിന് 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1000 എന്ന് കിട്ടും. അതായത് 1,00,000 1000 100കൾ ചേരുന്നതാണ് 1,00,000. ശരി ഉത്തരം ഓപ്ഷൻ എ 1000. 5 അധികം 2 ഗുണം 3 ന്യൂനം 2 ഗുണം 6 സമം ഡാഷ്. അപ്പോൾ ഇവിടെ കൂട്ടാനും ഗുണിക്കാനും കുറയ്ക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗുണനക്രിയയ്ക്ക് നമ്മൾ മുൻഗണന കൊടുക്കണം. നമുക്ക് ഇവിടെ 2 ഗുണനക്രിയയുണ്ട്. അപ്പോൾ 5 അധികം നമുക്ക് ഈ ഗുണനം ആദ്യം നടത്താം. 2 3 6 മൈനസ് 2 ഗുണം 6. 2 ഗുണം 6 എന്ന് ഉള്ളത് ചെയ്യാനായിട്ട് ഈ 6നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. കാരണം 2 ഛേദത്തിലാണ് വരുന്നത്. 2 കൊണ്ട് ഹരിക്കാം. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 വരും. അപ്പോൾ -3 എന്നാവും. ഇനി ഇടത് നിന്ന് വലത്തോട്ട് ക്രിയ ചെയ്ത് പോയാൽ മതി. 5ഉം 6ഉം കൂടെ കൂട്ടുന്നു 11. 11ൽ നിന്ന് 3 കുറച്ചാൽ 8. അപ്പോൾ ഉത്തരം 8 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. 0.5 0.25 0.35 എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര? ഇവിടെ 0.5 0.25 0.35 ഈ 3 സംഖ്യകളുടെ ലസാഗു അഥവാ LCM കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. 1.75 1.57 1.35 1.55. ലസാഗു എന്നാൽ ഈ 3 സംഖ്യകളുടെയും പൊതുവായ ഗുണിതമായിരിക്കണമല്ലോ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ ഇതിലെ 0.5ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇതിൻ്റെ ഉത്തരമായി വരില്ല. നോക്കുക, 0.5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ്? 0.5 ഗുണം 1 0.5 തന്നെ. 0.5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 1.0 കിട്ടും. 0.5നെ 3 കൊണ്ട് ഗുണിച്ചാൽ 1.5. 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2.0. അങ്ങനെ പോകും. നോക്കുക, 2 വരെയുള്ള 0.5ൻ്റെ 4 ഗുണിതങ്ങളും നമ്മൾ എഴുതി കഴിഞ്ഞു. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം 2ൽ താഴെയുള്ള ഗുണിതങ്ങളാണ്, 2ൽ താഴെയുള്ള സംഖ്യകളാണ്. നമ്മൾ കണ്ടുപിടിച്ച ഗുണിതങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല.
അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഈ 0.5ൻ്റെ ഗുണിതങ്ങളല്ല. അതുകൊണ്ട് ഈ 3 സംഖ്യകളുടെ ലസാഗുവായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും വരില്ല. ഇനി ഇവയുടെ ലസാഗു എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഓരോ സംഖ്യകളെയും അവയുടെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. നോക്കുക, 0.5 ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഒരക്കമാണുള്ളത്. അതുകൊണ്ട് ഛേദം 10 ആയ സംഖ്യയായിട്ട് എഴുതുക. അതായത് 10-5 എന്ന് വരും. അടുത്ത 0.25 ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുള്ളതുകൊണ്ട് അതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കിയാൽ 100-25 എന്ന് എഴുതാം. അടുത്തത് 100-35. ഇനി നമുക്ക് സൗകര്യത്തിനായിട്ട് ഇവയുടെ 3ൻ്റെയും ഛേദം പൊതുവാക്കാം, 100 ആക്കാം. 100 ഛേദം വരുന്ന സംഖ്യകളാക്കി ഇതിനെ മാറ്റി എഴുതാം. അപ്പോൾ 10-5നെ 100 ഛേദം വരുന്ന ആക്കണമെങ്കിൽ അംശത്തിനെയും ഛേദത്തിനെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 100-50 എന്ന് വരും. 100-50, 100-25, 100-35. ഇനി ഇവയുടെ ലസാഗു കാണാനായിട്ട് അംശങ്ങളുടെ ലസാഗു കാണുക. അതായത് 50, 25, 25. 25 35 ഇവിടെ 35. 50, 25, 35 ഈ സംഖ്യകളുടെ ലസാഗു കാണുന്നു. അതിനായിട്ട് പൊതുഘടകങ്ങൾ എടുക്കാം. എല്ലാത്തിനെയും 5 കൊണ്ട് ഹരിക്കാം. 5 കൊണ്ട് ഹരിച്ചാൽ 10, 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5, 35നെ 5 കൊണ്ട് ഹരിച്ചാൽ 7. ഇനി ഇവിടെ 10നെയും 5നെയും 5 കൊണ്ട് ഹരിക്കാമല്ലോ. അതുകൊണ്ട് 5 ഘടകമായിട്ട് നമുക്ക് ഒരു തവണയും കൂടെ എടുക്കാം. വീണ്ടും 5 എടുക്കുന്നു. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2, 5നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 7നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 7 തന്നെ എഴുതുക. ഇനി LCM കിട്ടാനായിട്ട് ഈ 5 സംഖ്യകളുടെ ഗുണനഫലം എഴുതുക. അതായത് 5 ഗുണം 5 ഗുണം 2 ഗുണം 1 ഗുണം 7. 5 5 25, 25 2 50, 51 50, 57 350 വരും. അപ്പോൾ ഈ 3 സംഖ്യകളുടെ LCM 350 ഈ 350നെ നമ്മുടെ പൊതുവായ ഛേദമായ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 350നെ 100 കൊണ്ട് ഹരിച്ചാൽ ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 35നെ 10 കൊണ്ട്, അതായത് 3.5 ആണ് ഈ സംഖ്യകളുടെ, അതായത് 0.5, 0.25, 0.35 ഈ സംഖ്യകളുടെ LCM. അപ്പം നമുക്ക് വേണ്ട ലസാഗു എന്ന് പറയുന്നത് 3.5 ആണ്. 3.5നെ ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? 3-5, 11-13, 111-113, 5-17. ഈ 4 ഭിന്നസംഖ്യകളിൽ വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഓപ്ഷൻസ് തന്നെ ഒന്ന് പരിശോധിക്കാം. 3-5, 11-13, 111-113, 5-17. 5നെ 3 കൊണ്ട് ഹരിച്ചാൽ 5ൽ 3 ഒരു തവണയേ അടങ്ങുള്ളൂ. അപ്പോൾ 1 പോയിൻറ്റ് സംതിങ് ആയിരിക്കും വരിക. 13നെ 11 കൊണ്ട് ഹരിച്ചാലും 13ൽ 11 ഒരു തവണയേ അടങ്ങുള്ളൂ. 1 പോയിൻറ്റ് സംതിങ് വാല്യൂ കിട്ടുള്ളൂ. 113നെ 111 കൊണ്ട് ഹരിച്ചാൽ 113ൽ 111 ഒരു തവണയേ ഉൾക്കൊള്ളുള്ളൂ. അപ്പോൾ അതും 1 പോയിൻറ്റ് സംതിങ് വരും. 17നെ 5 കൊണ്ട് ഹരിച്ചാലോ? 17ൽ 5 3 തവണയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 3 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ യാതൊരു സംശയവും വേണ്ട, ഇക്കൂട്ടത്തിൽ വലിയ സംഖ്യ 5-17 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 1.1 ഗുണം 1.11ൻ്റെ വില കാണുക. നമുക്കിവിടെ 1.1ഉം 1.11ഉം ഗുണിക്കണം. അപ്പോൾ ഗുണിക്കുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് ഇതിലെ ദശാംശ സ്ഥാനം ഒഴിവാക്കി ഗുണിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ടാമത്തെ സംഖ്യയുടെ ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ അത് 111 വരും. ഇവിടെ ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ 11 വരും. 111നെ 11 കൊണ്ട് ഗുണിക്കുക. 1 1 1 1 1 കൊണ്ട് 111നെ ഗുണിച്ചാൽ 1 1 1 തന്നെ കൂട്ടുന്നു. 1 2 2 1. അപ്പോൾ 1221 വരും. ഇനി ഇതിനകത്ത് ഡെസിമൽ പോയിൻറ്റ് കൊടുത്താൽ മതി. നോക്കുക, ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് ഒരക്കമുണ്ട്. ഇവിടെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ ഗുണനഫലത്തിൽ 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 3 അക്കങ്ങൾ, ഗുണനഫലത്തിൽ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 3 അക്കങ്ങൾ ഉണ്ടാവണം. അപ്പോൾ വലത്ത് നിന്ന് 3 സ്ഥാനം ഇടത്തോട്ട് മാറ്റി ഡെസിമൽ പോയിൻറ്റ് കൊടുക്കുക. അതായത് 1.221 ആണ് ഉത്തരം. ശരി ഉത്തരം ഓപ്ഷൻ ബി. തുക കാണുക. 3 + 6 + 9 എക്സെട്ര +90. അപ്പോൾ നോക്കുക, ഇവിടെ 3, 6, 9,
അങ്ങനെ 90 വരെയുള്ള ഈ സംഖ്യകളെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണ്. 90 വരെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ തുകയാണ് കണ്ടത്. അപ്പോൾ ഈ 3ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ 3നോട് 3 കൂട്ടിയ 6, 6നോട് 3 കൂട്ടിയ 9, അതായത് പൊതുവ്യത്യാസം 3 ആയിട്ടുള്ള ഒരു സമാന്തര പ്രോഗ്രഷനാണിത്. അപ്പോൾ സമാന്തര പ്രോഗ്രഷനിലെ പദങ്ങളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാം. സമാന്തര പ്രോഗ്രഷനിലെ സംഖ്യകളുടെ തുക കാണാനായിട്ട് നമുക്ക് n/2 ഇൻറ്റു x1 പ്ലസ് xn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതിലെ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ ഈ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇതെല്ലാം 3ൻ്റെ ഗുണിതങ്ങളാണല്ലോ. അപ്പോൾ 90 എത്രാമത്തെ ഗുണിതമാണെന്ന് നോക്കിയാൽ മതി. അതിനായിട്ട് 90നെ 3 കൊണ്ട് ഹരിക്കുക. 90നെ 3 കൊണ്ട് ഹരിച്ചാൽ 30. അപ്പോൾ 30ാമത്തെ ഗുണിതമാണ് 90. അപ്പോൾ ഈ സംഖ്യകളുടെ എണ്ണം 30 ആണ്. എന്നിൻ്റെ വാല്യൂ 30 എന്ന് കിട്ടി. x1 എന്ന് പറഞ്ഞാൽ ഇതിലെ ആദ്യ പദം 3 ആണ്. x1 3 ആണ്. xn അവസാന പദമാണ്. അവസാന പദം ഇതിൽ 90 ആണ്. xn 90. അപ്പോൾ ഈ വാല്യൂസ് നമുക്ക് ഈ സൂത്രവാക്യത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 30/2 ഇൻറ്റു 3 പ്ലസ് 90 എന്ന് വരും. 30ൻ്റെ പകുതി 15. അപ്പോൾ 15 ഗുണം 93 എന്ന് വരും. 93നെ 15 കൊണ്ട് ഗുണിക്കുക. 1395 എന്ന് കിട്ടും. അപ്പോൾ 1395 ഈ സംഖ്യകളുടെ തുക. ശരിയുത്തരം ഓപ്ഷൻ എ. എ ബിയുടെ അച്ഛനാണ്. സി ഡിയുടെ സഹോദരനാണ്. ഇ സിയുടെ അമ്മയാണ്. ബിയും ഡിയും സഹോദരന്മാരാണ്. ഇക്ക് എയുമായുള്ള ബന്ധം എന്ത്? അപ്പോൾ നോക്കുക, എ ബിയുടെ അച്ഛനാണ്, അല്ലെങ്കിൽ എയുടെ മകനാണ് ബി. മറ്റൊരു കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക, ബിയും ഡിയും സഹോദരന്മാരാണ്. ബിയും ഡിയും സഹോദരന്മാരാണെങ്കിൽ ബിയുടെ കൂടെ തന്നെ വരുന്ന അടുത്ത സഹോദരനാണ് ഡി. അപ്പോൾ എയുടെ മറ്റൊരു മകനായിരിക്കും ഡി. സി ഡിയുടെ സഹോദരനാണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സഹോദരനുമായി സി. അപ്പോൾ എയ്ക്ക് 3 മക്കളുണ്ട്, ബി ഡി സി, 3 ആൺമക്കൾ. ഈ സിയുടെ അമ്മയാണെന്ന് നൽകിയിട്ടുണ്ട്. സിയുടെ അമ്മയാണ് ഇ. സിയുടെ അമ്മയാണെങ്കിൽ ബിയുടെയും ഡിയുടെയും അമ്മയായിരിക്കും ഇ. ഇക്ക് എയുമായുള്ള ബന്ധം എന്തെന്ന്. അപ്പോൾ ഈ 3 കുട്ടികളുടെ അച്ഛൻ എയും അമ്മ ഇയുമായിരിക്കും. അപ്പോൾ എയും ഇയും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. അപ്പോൾ എ അച്ഛനാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എ ഭർത്താവും ഇ ഭാര്യയുമായിരിക്കും. ഇക്ക് എയുമായുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ ഭാര്യയാണ് ഇ. ശരിയുത്തരം ഓപ്ഷൻ എ, ഭാര്യ. ഒരു കോഡ് ഭാഷയിൽ FMPQC എന്നത് ഹോഴ്സ് എന്നാണെങ്കിൽ ഇതേ കോഡ് ഭാഷയിൽ ILGDC എന്തായിരിക്കും? അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള കോഡുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ കോഡിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം അക്ഷരമാല ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നോക്കുക, ഹോഴ്സ് എന്ന വാക്കിൻ്റെ കോഡ് എഴുതിയപ്പോൾ കിട്ടിയേക്കുന്നത് FMPQC ആണ്. അപ്പോൾ ഹോഴ്സിന് എങ്ങനെയാണ് ഈ കോഡ് വന്നതെന്ന് നോക്കുക. എച്ചിൻ്റെ സ്ഥാനത്ത് എഫ് വന്നു. എച്ചിൻ്റെ സ്ഥാനത്ത് എഫ് നോക്കുക. എച്ചിനേക്കാൾ 2 അക്ഷരം പുറകോട്ടാണ് എഫ്. ഓയുടെ സ്ഥാനത്ത് എം. ഓയിൽ നിന്ന് 2 അക്ഷരം പുറകോട്ട് മാറിയാൽ എമ്മിലെത്തും. ആറിൻ്റെ സ്ഥാനത്ത് പി വന്നു. ആറിൻ്റെ സ്ഥാനത്ത് പി, 2 അക്ഷരം പുറയിലോട്ട്. എസിൻ്റെ സ്ഥാനത്ത് ക്യൂ. എസിന് 2 അക്ഷരം പുറയിൽ എന്നാൽ ക്യൂരായി. ഇയുടെ സ്ഥാനത്ത് സി. അപ്പോൾ ഒരു വാക്കിൽ നിന്നും അതിൻ്റെ കോഡിലേക്ക് പോകണമെങ്കിൽ 2 അക്ഷരം വീതം പുറകോട്ട് മാറണം. അപ്പോൾ കോഡിൽ നിന്നും വാക്കിലോട്ട് ചെല്ലണമെങ്കിലോ 2 അക്ഷരം മുന്നോട്ട് പോകണം. കോഡിൽ നിന്നും വാക്കിലോട്ട് പോകണമെങ്കിൽ 2 അക്ഷരം മുന്നോട്ട് മാറ്റണം. അപ്പോൾ നമുക്ക് ILGDC ഇതാണ് കോഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് വാക്കിൻ്റെ കോഡാണെന്നറിയാൻ ഇതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും സ്ഥാനത്ത് അവിടുന്ന് 2 അക്ഷരം മുന്നോട്ട് പോകണം. വാക്കിൽ നിന്ന് കോഡിലേക്ക് പോകാൻ 2 അക്ഷരം പുറകോട്ടാണ് പോയത്. അപ്പോൾ കോഡിൽ നിന്ന് വാക്കിലോട്ട് വരണമെങ്കിൽ 2 അക്ഷരം വീതം മുന്നോട്ട് പോകണം. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് 2 അക്ഷരം മുന്നോട്ട് പോയാൽ കെ വരും. കെ.
എല്ലിൽ നിന്ന് 2 അക്ഷരം മുന്നോട്ട് പോയാൽ N. ഇപ്പോൾ തന്നെ നമുക്ക് ഉത്തരം എഴുതാം. കാരണം KNൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ഡി നൈഫ്. നമുക്ക് അടുത്ത 2 അക്ഷരം നോക്കാം. ജിയിൽ നിന്ന് 2 അക്ഷരം മുന്നോട്ട് പോയാൽ I. ഡിയിൽ നിന്ന് എഫിൽ വരും. സിയിൽ നിന്ന് 2 അക്ഷരം മുന്നോട്ട് പോയാൽ ഇ. അപ്പോൾ നൈഫിൻ്റെ കോഡാണ് ILGDC. ശരിയുത്തരം ഓപ്ഷൻ ഡി നൈഫ്. ഭാഗം എന്നാൽ ഗുണനവും, ന്യൂനം എന്നാൽ അധികവും, അധികം എന്നാൽ ന്യൂനവും, ഗുണനം എന്നാൽ ഹരണവും ആണ്. എങ്കിൽ 4/3 ന്യൂനം 2 അധികം 6/3 വില എത്ര? അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഈ ഓരോ സിമ്പിൾസിനും പകരം ഇവിടെ യഥാർത്ഥത്തിൽ ആ സിമ്പിൾസ് സൂചിപ്പിക്കുന്നത് ഏത് ക്രിയയാണോ അതിൻ്റെ സിമ്പിൾ നമുക്ക് കൊടുക്കാം, എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ ഹരണത്തിൻ്റെ ഈ സിമ്പിൾ സൂചിപ്പിക്കുന്നത് ഗുണനത്തിനെയാണ്. അപ്പോൾ 4/3 എന്നാവും. ന്യൂനം അധികത്തിനെ സൂചിപ്പിക്കുന്നു, +2 അധികം ന്യൂനത്തിനെയും, -6 ഗുണനത്തിൻ്റെ സിമ്പിൾ ഹരണത്തിനെ സൂചിപ്പിക്കുന്നു, ഭാഗം 3. അപ്പോൾ ഇത് ക്രിയ ചെയ്ത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരമാവും. അപ്പോൾ ഇവിടെ ഗുണനവും ഹരണവും ഉണ്ട്, അവയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. 4×3 6/3 അത് ആദ്യം ചെയ്യണം. 4×3 12 +2 ന്യൂനം 6/3 6നെ 3 കൊണ്ട് ഹരിച്ച 2. അപ്പോൾ 12 + 2 14. 14ൽ നിന്ന് 2 കുറച്ച് 12 തന്നെ. അപ്പോൾ ഉത്തരം 12. ശരിയുത്തരം ഓപ്ഷൻ എ. എക്സും വൈയും ഒറ്റ സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ? അപ്പോൾ എക്സും വൈയും ഒറ്റ സംഖ്യകളാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇരട്ട സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എക്സിനും വൈക്കും ഓരോ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട്. 2 ഒറ്റ സംഖ്യകളായിട്ട് എടുക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് x/y ഉണ്ട്. എക്സിനെ y കൊണ്ട് ഹരിക്കാൻ പറ്റണം, ആ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ നമുക്ക് x 9 എന്നും y 3 എന്നും എടുക്കാം. 9നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇനി നമുക്കിത് ഓരോ ക്രിയയും ചെയ്ത് നോക്കാം. അതിലേതാണ് ഇരട്ട സംഖ്യ ഉത്തരമായി കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യത്തേത് x/y ആണ്. x/y എന്ന് പറഞ്ഞാൽ 9/3 വരും. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3. ഇത് ഒറ്റ സംഖ്യയാണ്, അപ്പോൾ ഇത് ഉത്തരമാവില്ല. ഓപ്ഷൻ ബി നോക്കാം. x/y, അതായത് 9×3 9 3 27. ഇവിടെയും ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി ഉത്തരമല്ല. ഇനി x+y ഒന്ന് നോക്കിയാലോ. 9 അധികം 3 വരും. 9 3 12. ഇത് ഇരട്ട സംഖ്യയാണ്, അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി x+y ആണ്. √x/221 2 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഇവിടെ തന്നിരിക്കുന്ന ബന്ധം നോക്കുക. √x/221 2 ആണ്. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഈ റൂട്ടിനെ ഒഴിവാക്കാം. റൂട്ടിനെ ഒഴിവാക്കാനായിട്ട് സ്ക്വയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ വർഗ്ഗം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഈ സമചിഹ്നത്തിന് 2 വശത്തുമുള്ള സംഖ്യകളുടെ വർഗ്ഗം കാണുക. ഇടതുവശത്ത് വർഗ്ഗം എടുക്കുമ്പോൾ ഇവിടുത്തെ റൂട്ട് ഒഴിവായി കിട്ടും. അപ്പോൾ ഇടതുവശം x/221 എന്നാവും. വലതുവശത്തും വർഗ്ഗം എടുക്കണം, അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് വരും. എക്സിനെ 221 കൊണ്ട് ഹരിച്ചാൽ 2ൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ ഈ 2ൻ്റെ സ്ക്വയർ അതിനെ 221 കൊണ്ട് ഗുണിച്ചാൽ മതി. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 × 221 ആണ്. 221നെ 4 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 884 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 884. ശരിയുത്തരം ഓപ്ഷൻ ഡി. 10 സംഖ്യകളുടെ ശരാശരി 23 ആണ്. ഇതിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര? ഇവിടെ 10 സംഖ്യകളുടെ ശരാശരി 23 നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ ഓരോ സംഖ്യയോടും 4 കൂട്ടുന്നു. അപ്പോൾ കിട്ടുന്ന പുതിയ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കണം. ഇവിടെ എല്ലാ സംഖ്യയോടും 4 കൂട്ടുന്നത്. അപ്പോൾ പുതിയ സംഖ്യകളുടെ ശരാശരി കാണാനായിട്ട് ആദ്യത്തെ ശരാശരിയോടും 4 കൂട്ടിയാൽ മതി. അതായത് പുതിയ ശരാശരി എന്ന് പറയുന്നത് 23 + 4 27 ആയിരിക്കും. ശരിയുത്തരം ഓപ്ഷൻ എ 27. ഒരു സ്കൂട്ടർ 9200 രൂപയ്ക്ക് വിറ്റപ്പോൾ 15% ലാഭം കിട്ടി എങ്കിൽ വാങ്ങിയ വില എത്ര? അപ്പോൾ ഒരു സ്കൂട്ടർ വിറ്റ വില 9200 രൂപയാണ്. അപ്പോൾ വാങ്ങിയ വില കണ്ടുപിടിക്കണം. ലാഭം 15% ആണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ 15% കൂട്ടിയാണ് വിറ്റത്.
അപ്പോൾ വാങ്ങിയ വിലയേക്കാൾ 15% കൂടുതലാണ് 9200. അല്ലെങ്കിൽ വാങ്ങിയ വില പി എന്നെടുത്താൽ ഈ പിയുടെ 115%മാണ് 9200 എന്ന് പറയാം. വാങ്ങിയ വിലയേക്കാൾ 15% കൂടുതൽ വിലയ്ക്ക് വിറ്റാലേ 15% ലാഭം കിട്ടുള്ളൂ. വിറ്റ വില 9200 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാങ്ങിയ വിലയുടെ 115%, അതായത് 100ൽ 115, പി ഗുണം 100ൽ 115 ആണ് 9200. ഇത് സോൾവ് ചെയ്ത് പിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ 100നെയും 115നെയും വലതുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പി സമം 9200 ഗുണം 100. 100ൽ 115 എന്നുള്ളത് വലതുവശത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ വിൽക്രമം എഴുതണം. അതായത് 115ൽ 100 എന്ന് എഴുതണം. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ട്. അല്ലെങ്കിൽ 920നെ 115 കൊണ്ട് ഡയറക്റ്റ് ഹരിക്കാവുന്നതാണ്. 8 ഗുണം 115 ആണ് 920. അപ്പോൾ 115 കൊണ്ട് 920നെ ഹരിച്ചു കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 9200നെ 115 കൊണ്ട് ഹരിച്ചാൽ 80 ആവും. 80 ഗുണം 100 8000. അപ്പോൾ 8000 രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങിയത്. ശരിയുത്തരം ഓപ്ഷൻ എ 8000. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km/മണിക്കൂർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 40 km/മണിക്കൂർ വേഗതയിലും യാത്ര ചെയ്താൽ യാത്രയുടെ ശരാശരി വേഗത എത്ര? ഇവിടെ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 60 km വേഗത്തിൽ സഞ്ചരിച്ചു. മടക്കയാത്ര 40 km വേഗത്തിലുമായിരുന്നു. അങ്ങനെയെങ്കിൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത വേണം എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, ഇയാൾ എയിൽ നിന്ന് ബിയിൽ പോയി അവിടെ നിന്ന് തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ യാത്രയുടെ പകുതി ദൂരം അയാൾ 60 km വേഗതയിലും ബാക്കി പകുതി 40 km വേഗതയിലുമാണ് സഞ്ചരിച്ചത്. അപ്പോൾ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത കാണാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് ഒരാൾ യാത്രയുടെ പകുതി ദൂരം എക്സ് കിലോമീറ്റർ വേഗത്തിലും ബാക്കി പകുതി വൈ കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിച്ചതെങ്കിൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത 2xy/x+y കിലോമീറ്റർ ആയിരിക്കും. ഓർക്കുക, പകുതി ദൂരം എക്സ് കിലോമീറ്റർ വേഗത്തിലും ബാക്കി പകുതി വൈ കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചാൽ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത 2xy/x+y കിലോമീറ്റർ ആയിരിക്കും. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കുള്ള, അതായത് മുഴുവൻ യാത്രയുടെ പകുതി ദൂരം, അത് 60 km വേഗത്തിൽ. അപ്പോൾ എക്സിന് 60 എന്ന് കൊടുക്കുക. മടക്കയാത്ര, അതാണ് രണ്ടാം പകുതി, അത് 40 km വേഗത്തിൽ. അപ്പോൾ വൈക്ക് 40 എന്നും കൊടുക്കാം. ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 2 ഗുണം 60 ഗുണം 40 ബൈ 60 പ്ലസ് 40 എന്ന് വരും. നമുക്ക് ആദ്യം ഈ 60 40 കൂടെ കൂട്ടാം. അപ്പോൾ 2 ഗുണം 60 ഗുണം 40 ബൈ 60 40 കൂടെ കൂട്ടിയാൽ 100. പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇനി ഗുണിച്ചാൽ മതി. 2 6 12, 12 4 48. അപ്പോൾ മുഴുവൻ യാത്രയുടെ ശരാശരി വേഗത 48 km/മണിക്കൂറാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി. 2 11 32 ഡാഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലെ അടുത്ത പദം കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന പദങ്ങൾ നോക്കുക. 2 11 32 അടുത്തത് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ശ്രേണിയുടെ പ്രത്യേകത ഇതാണ്. 2 എന്നുള്ളത് 1 + 1 ആണല്ലോ. 11 എന്നുള്ളത് 8 + 3 ആണ്. 32 27 + 5. ഇതിലെ ആദ്യത്തെ സംഖ്യകൾ 1 8 27 ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ക്യൂബുകളാണ്. അതായത് ഇത് 1 ക്യൂബ് + 1. 8 എന്നുള്ളത് 2 ക്യൂബ്, 2 ക്യൂബ് + 3. 27 3ൻ്റെ ക്യൂബാണ്. 3 ക്യൂബ് + 5. അപ്പോൾ അടുത്ത് വരേണ്ടതോ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്. അടുത്ത് വരേണ്ടത് 4 ക്യൂബ്. ഇനി അതിനോട് കൂട്ടേണ്ട സംഖ്യ നോക്കുക. 1 3 5, അടുത്തത് 7 കൂട്ടണം. 4ൻ്റെ ക്യൂബ് 64 ആണ്. 64നോട് 7 കൂട്ടിയാൽ 71 വരും. അപ്പോൾ അടുത്ത സംഖ്യ 71. ശരിയുത്തരം ഓപ്ഷൻ എ.